നമസ്കാരം പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് വയനാട് ജില്ലയിലെ LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികൾ ആരായിരിക്കും, അവരുടെ സാധ്യത എന്തായിരിക്കും എന്നുള്ളതാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ വയനാട് ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രമാകുന്നത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വയനാട് ജില്ലയിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മണ്ഡലവും ഈ മുണ്ടക്കൈയും ചൂരൽമലയും ഉൾക്കൊള്ളുന്ന കൽപ്പറ്റയാണ്. ഈ കൽപ്പറ്റയിൽ ആരായിരിക്കും UDFന്റെ സ്ഥാനാർത്ഥി? കൽപ്പറ്റ നിയോജക മണ്ഡലം തങ്ങൾക്ക് വേണമെന്നൊരാവശ്യം മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വവും UDF സംസ്ഥാന നേതൃത്വവുമാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. എങ്കിൽ കൂടിയും കൽപ്പറ്റ സീറ്റ് ഇത്തവണ മുസ്ലിം ലീഗ് ഏറ്റെടുക്കാൻ സാധ്യതയില്ല എന്നുള്ള ഒരു വിവരമാണ് നേതൃതലത്തിൽ മുസ്ലിം ലീഗിനകത്ത് നിന്നും പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണയും ഈ കൽപ്പറ്റ സീറ്റ് കോൺഗ്രസിനായിരിക്കും. അവിടെ കോൺഗ്രസിന്റെ സിറ്റിംഗ് MLA ആയിട്ടുള്ള മുൻ KPCC വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള ടി സിദ്ദീഖ് തന്നെയായിരിക്കും ഇത്തവണയും കൽപ്പറ്റയിൽ നിന്നും UDFന് വേണ്ടി ജനവിധി തേടുക. അതിലേക്ക് ടി സിദ്ദീഖിനെ പ്രാപ്തനാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ സമയത്ത് ആ ദുരന്തബാധിതർക്കൊപ്പം അവരിൽ ഒരാളായി സർവസജ്ജമായി അവിടെ നിന്നു എന്നുള്ളത് തന്നെയാണ്. അതിൽ എപ്പോഴും കണ്ട ഒരു മുഖമായിരുന്നു ടി സിദ്ദീഖിൻ്റെത് എന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ തവണ അവിടെ LDFന് വേണ്ടി മത്സരിച്ചത് RJD ആണ്. RJDയിൽ നിന്നും കൽപ്പറ്റ സീറ്റ് CPIM ഏറ്റെടുക്കണമെന്നുള്ള ആവശ്യമെല്ലാം തന്നെ ഉയർന്നു വരുന്നുണ്ടെങ്കിലും ഇത്തവണയും RJDയെ പിണക്കാൻ CPIMന്റെ സംസ്ഥാന നേതൃത്വം തയ്യാറല്ല. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ തയ്യാറല്ല. RJD ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലയളവിൽ LDFനൊപ്പം ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ RJD UDFിലേക്ക് മാറുമെന്നുള്ള തരത്തിലൊക്കെ അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. അത് RJD നേതൃത്വം പൂർണ്ണമായും തള്ളിക്കളയുന്നുമുണ്ട്. അങ്ങനെ RJD ഇത്തവണ LDFനൊപ്പമാണെങ്കിൽ തീർച്ചയായിട്ടും കൽപ്പറ്റ സീറ്റ് RJDക്കുള്ളതാണ്. അവിടെ MV ശ്രേയാംസ് കുമാർ എന്ന് പറയുന്ന RJDയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ മത്സരിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. MV ശ്രേയാംസ് കുമാർ ആയിരിക്കും പരമാവധി അവിടെ മത്സരിക്കാൻ LDF സ്ഥാനാർത്ഥി ഉണ്ടാവാനുള്ള ഏറ്റവും വലിയ സാധ്യത. പക്ഷേ MV ശ്രേയാംസ് കുമാറിനെ സംബന്ധിച്ച് വലിയൊരു താല്പര്യക്കുറവ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള RJDയുടെ യുവ നേതാവ് ജുനൈദ് കൈപ്പാണിയുടെ പേരാണ് അവിടേക്ക് പരിഗണിക്കുന്ന മറ്റൊരു നാമം എന്നാണ് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത്. ജുനൈദ് കൈപ്പാണി എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ സിറ്റിംഗ് സീറ്റിൽ അട്ടിമറി വിജയം നടത്തി ജില്ലാ പഞ്ചായത്തിലേക്ക് വിജയിച്ച ഒരാളാണ്. ആ ജുനൈദ് കൈപ്പാണിക്ക് കൽപ്പറ്റ പോലൊരു സീറ്റ് പിടിച്ചെടുക്കാനുള്ള RJDയുടെ പഴയ ശക്തി കേന്ദ്രം ഇത്തവണയും പിടിച്ചെടുക്കാനുള്ള ഒരു ഊർജം ജുനൈദ് കൈപ്പാണിയുടെ സാന്നിധ്യത്തിൽ ഉണ്ടാകുമെന്ന് പറയുന്നു. അല്ലെങ്കിൽ നേരത്തെ തന്നെ പറഞ്ഞു കേൾക്കുന്ന ഒരു പേരാണ് മയൂര ശ്രേയാംസ് കുമാർ എന്ന് പറയുന്ന MV ശ്രേയാംസ് കുമാറിന്റെ മകളുടെ പേര്. അത് വിദൂര സാധ്യത മാത്രമുള്ള കാര്യമാണ്. MV ശ്രേയാംസ് കുമാർ അല്ലെങ്കിൽ ജുനൈദ് കൈപ്പാണിയായിരിക്കും LDFന്റെ സ്ഥാനാർത്ഥിയായി. RJDയുടെ സീറ്റാണെങ്കിൽ വരാനുള്ള ഒരു സാധ്യത എന്നുള്ളതാണ് അറിയുന്നത്. ഇനി വയനാട് ജില്ലയിൽ നമുക്ക് പരിശോധിക്കേണ്ടത് സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലമാണ്. സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിൽ IC ബാലകൃഷ്ണനാണ് കോൺഗ്രസിന്റെ നേതാവും മുൻ DCC അധ്യക്ഷനും ഒക്കെ ആയിട്ടുള്ള IC ബാലകൃഷ്ണനാണ് അവിടെ സിറ്റിംഗ് MLA എന്നുള്ളത്. ഇത്തവണയും IC ബാലകൃഷ്ണനെ തന്നെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് നേതൃതലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആലോചന നടക്കുന്നത്. അവിടെ IC ബാലകൃഷ്ണന് വെല്ലുവിളി ഉയർത്തുന്നത് DCC ട്രഷററായിരുന്ന NM വിജയന്റെ ജീവനൊടുക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായി എന്നുള്ളതാണ്. ആ ഒരു സംഭവത്തിൽ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉയരുന്നു. IC ബാലകൃഷ്ണനെ അത് വലിയ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് മറ്റു ചില പേരുകളിലേക്ക് വന്നാലും അത്ഭുതപ്പെടാനില്ല. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായും കേൾക്കുന്നത് വയനാട് ജില്ലയ്ക്ക് പുറത്തുള്ള കരുനാഗപ്പള്ളിക്കാരനായിട്ടുള്ള KSUവിന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഏറെ ജനകീയനായിട്ടുള്ള KC വേണുഗോപാലിന്റെ അടുത്ത വിശ്വസ്തനായിട്ടുള്ള G മഞ്ജുക്കുട്ടന്റെ പേരാണ്. G മഞ്ജുക്കുട്ടൻ ഏതാനും നാളുകളായി ഇപ്പോൾ വയനാട് ജില്ലയിൽ സജീവമാണ് താനും. അങ്ങനെയെങ്കിൽ G മഞ്ജുക്കുട്ടൻ വരുമോ എന്നുള്ളതാണ്. മറ്റൊരു പേര് കേൾക്കുന്നത് കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ വയനാട് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള KV ശശിയുടെ പേരാണ്. KV ശശി വരുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഇനി IC ബാലകൃഷ്ണന് തന്നെയാണ് അവിടെ സാധ്യതയുള്ളത്. ഇനി അതല്ല, UDFനകത്തേക്ക് പുതിയ അസോസിയേറ്റ് അംഗമായി മറ്റൊരാൾ വന്നിട്ടുണ്ട്. CK ജാനുവാണ്. CK ജാനുവിന് നിയമസഭാ സീറ്റ് വേണമെന്നൊരു സാധ്യത വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കോൺഗ്രസ് ഒരുപക്ഷെ പരിഗണിക്കുന്ന സീറ്റ് എന്ന് പറയുന്നത് സുൽത്താൻ ബത്തേരിയാണ്. മാനന്തവാടിയല്ല, സുൽത്താൻ ബത്തേരി ആയിരിക്കും ഇത്തവണ CK ജാനുവിന് നൽകുന്നുണ്ടെങ്കിൽ നൽകുക വയനാടിനകത്ത്. അത് CK ജാനുവിന് സുൽത്താൻ ബത്തേരി വിട്ടു നൽകിക്കൊണ്ട് മാനന്തവാടിയിലേക്ക് IC ബാലകൃഷ്ണനെ മാറ്റി അവിടുത്തെ മത്സരിപ്പിക്കുക എന്നൊരു സാധ്യത കൂടി കോൺഗ്രസ്
കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നുണ്ട്. എന്തായാലും അത് സംസ്ഥാന തലത്തിലുള്ള സീറ്റ് വിഭജന ചർച്ചകൾക്ക് ശേഷം മാത്രമാണ് ആരായിരിക്കും സുൽത്താൻ ബത്തേരിയിൽ മത്സരിക്കാനുള്ള സാധ്യത എന്നുള്ളത് കൃത്യമായി വ്യക്തമാകുക. IC ബാലകൃഷ്ണൻ ഇല്ലെങ്കിൽ കോൺഗ്രസിനാണ് സുൽത്താൻ ബത്തേരി സീറ്റെങ്കിൽ IC ബാലകൃഷ്ണന് ഇല്ലെങ്കിൽ കൂടിയും ശശിയുടെയോ അല്ലെങ്കിൽ മഞ്ജുക്കുട്ടന്റെയോ ഒക്കെ പേരുകളാണ് അവിടെ നിന്നും ഉയർന്നു വരുന്നത്. അപ്പോൾ CPM-നകത്ത് നിന്ന് ആരായിരിക്കും മത്സരിക്കുക? കഴിഞ്ഞ തവണ IC ബാലകൃഷ്ണനെതിരെ മത്സരിച്ചത് ആ സമയത്ത് കോൺഗ്രസ് വിട്ട് വന്ന വിശ്വനാഥനാണ്. MS വിശ്വനാഥനെ തന്നെ ഇത്തവണയും മത്സരിപ്പിക്കണമെന്ന ആവശ്യം CPM-നകത്ത് സജീവമാണ്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇത്തവണ IC ബാലകൃഷ്ണനെതിരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ NM വിജയന്റെ ജീവനൊടുക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അവിടെ നിൽക്കുന്നു. അത് കോൺഗ്രസിന് അകത്തു നിന്ന് പോലും CPM-ന് അനുകൂലമായി വോട്ടുകൾ സമാഹരിക്കാനുള്ള ഒരു സാധ്യതയായി CPM കാണുന്നു. അങ്ങനെയെങ്കിൽ MS വിശ്വനാഥന്റെ സാന്നിധ്യം അവിടെ ഗുണം ചെയ്യുമെന്ന് പറയുന്നു. ഇനി അഥവാ CK ജാനുവാണ് വരുന്നതെങ്കിൽ CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള രുക്മിണി സുബ്രഹ്മണ്യൻ അവിടെ വനിതാ സ്ഥാനാർത്ഥിയായി വരാനുള്ള ഒരു സാധ്യതയും ആരും തള്ളിക്കളയുന്നില്ല. ഇത്തരം സാധ്യതകളിലേക്കാണ് LDF-നകത്തെ ചർച്ചകൾ സുൽത്താൻ ബത്തേരിയെ സംബന്ധിച്ച് പോകുന്നത്. അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് മാനന്തവാടിയുടെ സാധ്യതകളാണ്. മാനന്തവാടി എന്ന് പറയുന്ന മണ്ഡലം നമുക്കറിയാം, നേരത്തെ അവിടെ ഒരു അത്ഭുതകരമായ ഒരു വിജയം നേടി പെട്ടെന്ന് തന്നെ മന്ത്രിയായ PK ജയലക്ഷ്മിയാണ് കോൺഗ്രസിന്റെ ഭാഗമായി ഉണ്ടായിരുന്നത്. ആ PK ജയലക്ഷ്മി തന്നെയാണ് കഴിഞ്ഞ തവണ UDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. ആ PK ജയലക്ഷ്മിയെ തോൽപ്പിച്ചുകൊണ്ട് വന്ന OR കേളു ഇപ്പോൾ മന്ത്രിയാണ്. അങ്ങനെ ഒരു മന്ത്രിമണ്ഡലം എന്നൊരു പദവി മാനന്തവാടിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇനി അടുത്ത തവണ മാനന്തവാടിയിലേക്ക് PK ജയലക്ഷ്മി എന്തായാലും കോൺഗ്രസ് പരിഗണിക്കുന്നില്ല എന്നുള്ള വിവരം തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് വരുന്നത്. PK ജയലക്ഷ്മിക്ക് പകരം പിന്നെ ആരാണ് വരിക? അവിടെ G മഞ്ജുക്കുട്ടന്റെ പേരാണ് പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത്. G മഞ്ജുക്കുട്ടൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ KSU-വിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ വലിയ മികച്ച പ്രവർത്തനം നടത്തിയ ആളാണ്. CPIM-കാർക്കിടയിൽ പോലും തെക്കൻ കേരളത്തിൽ ഏറെ സ്വാധീനമുള്ള ആളാണ്. G മഞ്ജുക്കുട്ടൻ കഴിഞ്ഞ ഏതാനും നാളുകളായി വയനാട് ജില്ലയിൽ സജീവവുമാണ്. ചെറുവയൽ രാമനെ പോലുള്ള ആളുകളെയൊക്കെ കണ്ടുകൊണ്ട് G മഞ്ജുക്കുട്ടൻ സദാസമയം വയനാട്ടിൽ ഇടപെടുന്നുമുണ്ട്. അത് കേന്ദ്ര നേതൃത്വത്തിന്റെ അടക്കം നിർദ്ദേശം കിട്ടിയത് കൊണ്ടാണ് എന്നുള്ള സൂചനകളും ഇതുവരെ സ്ഥിരീകരിക്കാത്തതായി പുറത്തു വരുന്നുണ്ട്. അത്തരം അഭ്യൂഹങ്ങളും അവിടെ പരക്കുന്നുണ്ട്. ഇനി അതല്ല, മാനന്തവാടിയിൽ നേരത്തെ പറഞ്ഞതുപോലെ സുൽത്താൻ ബത്തേരിയിൽ CK ജാനുവിന് സീറ്റ് കൊടുക്കുകയാണെങ്കിൽ സിറ്റിംഗ് MLA എന്ന രീതിയിൽ IC ബാലകൃഷ്ണനെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചാൽ അത് മാനന്തവാടിയിലേക്കായിരിക്കും. എന്തായാലും OR കേളു തന്നെയായിരിക്കും LDF-ന്റെ സ്ഥാനാർത്ഥി. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടതുപോലെ വയനാട് ജില്ലയിൽ ഈസി വാക്ക് ഓവർ ആയിരിക്കില്ല ഇത്തവണ മത്സരം എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത്തവണ വയനാട് ജില്ലയിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലും കടുത്ത പോരാട്ടമാണ് ഇരു മുന്നണികളും തമ്മിൽ നടക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ NDA സംബന്ധിച്ച് CK ജാനുവിന്റെ അസാന്നിധ്യം അത് വലിയ തോതിൽ അവരെ ക്ഷീണിപ്പിക്കുമെന്നുള്ള കാര്യവും ഉറപ്പാണ്. അവർക്ക് ഇത്തവണ കൂടുതൽ വോട്ടുകൾ വയനാട് ജില്ലയിൽ നിന്നും സമാഹരിക്കാൻ കഴിയുമോ എന്നുള്ളത് അറിയില്ല. പക്ഷേ പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം അവിടെ UDF-നും കോൺഗ്രസിനും അനുകൂലമായി വരുമോ എന്നുള്ളത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നത് വരെ നമുക്ക് കാത്തിരുന്നറിയേണ്ട കാര്യമാണ്.